കൊണ്ടോട്ടി നഗരസഭയിൽ പകുതിയിലേറെ വാർഡുകളിലും നടന്നത് ശക്തമായ മത്സരം. നഗരസഭയിലെ ഭരണം തുടരുമെന്ന് യുഡിഎഫ് ഉറപ്പിച്ചു പറയുമ്പോൾ നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുമെന്ന വിലയിരുത്തലാണ് എൽഡിഎഫിന്. ആകെയുള്ള 41 വാർഡുകളിൽ 4 മത്സരിക്കുന്ന ബിജെപി നേടുന്ന വോട്ടുകളും നിർണായകമായേക്കും. യുഡിഎഫിന് വിമതരുള്ള 14 വാർഡുകളിൽ മത്സരം കടുത്തതാണ്. നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മുണ്ടപ്പലം വാർഡിലെ ഭരണവും ശ്രദ്ധേയമാണ്. ഭരണം ലഭിച്ചാൽ നഗരസഭാ അധ്യക്ഷനാകാൻ ഏറെ സാധ്യതയുള്ള UK മമ്മദിഷിയാണ് ഇവിടെ യുഡിഎഫ് സ്ഥാനാർത്ഥി. സിപിഐയുടെ CP നിസാറാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി. 8ാം വാർഡ് വട്ടപ്പറമ്പിൽ ത്രികോണ മത്സരമാണ്. എൽഡിഎഫ്, യുഡിഎഫ്, SDPI സ്ഥാനാർത്ഥികൾ വിജയം കണക്കുകൂട്ടുന്നുണ്ട്. ഒരു തവണ SDPI വിജയിക്കുകയും കഴിഞ്ഞ തവണ SDPI 2ാം സ്ഥാനത്തെത്തുകയും ചെയ്ത വാർഡാണിത്. 9ാം വാർഡ് പാണ്ടിക്കാടും കടുത്ത മത്സരമാണ്. LDFും UDFും SDPIയും വിജയം അവകാശപ്പെടുന്ന വാർഡിൽ ജനമുന്നണിയും സ്വതന്ത്രരും നേടുന്ന വോട്ടുകൾ വളരെ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. 3 സ്ഥാനാർത്ഥികളുള്ള കൈതക്കോട്, പാലയ്ക്കപ്പറമ്പ്, മേക്കാട്, മേലങ്ങാടി, നമ്പേലംകുന്ന്, കുമ്മിണിപ്പറമ്പ് എന്നിവിടങ്ങളിലും നല്ല മത്സരം നടന്നതായാണ് വിലയിരുത്തൽ. നീറ്റാണി, ചെമ്മലപ്പറമ്പ്, തുറയ്ക്കൽ, പഴയങ്ങാടി, കൊണ്ടോട്ടി ടൗൺ, കാളോത്ത്, കോടങ്ങാട്, ചെറുകാട്, കൊട്ടുക്കര, കാരിമുക്ക്, പൊയ്ലിക്കാവ്, നെടിയിരിപ്പ്, വാക്കത്തൊടി, ചെമ്പാല, മുസ്ലിയാറങ്ങാടി, ചോലമുക്ക്, പുല്ലിത്തൊടി, നെടിയിരിപ്പ് സൗത്ത്, മേലെപ്പറമ്പ്, മുക്കൂട്, ചിറയിൽ, ഇളനീർക്കര, കോട്ടപ്പറമ്പ്, കാഞ്ഞിരപ്പറമ്പ്, തച്ചത്തംപറമ്പ്, മഞ്ചക്കാട് എന്നിവിടങ്ങളിൽ UDFും LDFും നേർക്കുനേർ പോരാട്ടമാണ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ കൊണ്ടോട്ടി മേലങ്ങാടി GVHSSൽ നടക്കും. അതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. ഉച്ചയോടെ ചിത്രം തെളിയും. പൊളിറ്റിക്കൽ ഡെസ്ക്, എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.